ஹலோ யாரு? மாமியா? தேவி பிலிம்ஸ்ல இருந்து பேசுறேன். டிக்கெட் கிடைச்சதா? ஓகே, இன்னைக்கே கிளம்பணும். ஏர்போர்ட்ல கார் வரும். யாரு? யமுனா ராணியா? ஓகே, யமுனா ராணியா? ஹலோ, ரூம் அரேഞ്ച്ഡ്. ஓ, என்ன முடிஞ்ச இங்கிலீஷா? ഓക്കെ. എന്താടോ ഇതെത്തും. പക്ഷെ ഒരു പുലിവാൾ. താനത് തുപ്പടോ. പാലക്കാട് കോക്കേഴ്സ് ഇന്റർനാഷണൽ റൂം അറേഞ്ച് ചെയ്യണം. കർത്താവേ, സൂട്ട് റൂമിന് ദിവസം 4000 രൂപ വാടകയാ. പോരാത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 60 കിലോമീറ്റർ വണ്ടി ഓടണം. അല്ലെങ്കിൽ ഈ നാട്ടും പുറത്ത് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്താൽ മതി. കുഴഞ്ഞു. ഇനി എന്താ സാർ ചെയ്യാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ ആർട്ടിസ്റ്റ് എത്തിയിരിക്കണം. സാർ റെഡി. എടോ, യമുന റാണി ഇംഗ്ലീഷല്ലേ സംസാരിച്ചത്? തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ദിവസവും കരിക്കും വെള്ളം വേണം നട്ടത്തിൽ അവർ കോക്കനട്ട് എന്ന് പറഞ്ഞത്. താൻ കോക്കേഴ്സ് ആവും ധരിച്ചതില്ലേ? അത് വിടച്ചായ. ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാ എനിക്ക് മനസ്സിലാവും. ഇന്റർനാഷണൽ ഹോട്ടൽ അങ്ങ് വിട്. ഒരു വീട് ഈ കുഗ്രാമത്തിൽ എവിടെ കിട്ടാനാ? അഥവാ കിട്ടിയാൽ തന്നെ അത് യമുന റാണിയുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഫർണിഷ് ചെയ്യണ്ടേ? ഞാൻ അന്നേ പറഞ്ഞതാ, വല്ല മഞ്ജു വാര്യരെയോ ദിവ്യ ഉണ്ണിയോ ഇട്ടാ മതിയെന്ന്. സമ്മതിക്കണ്ടേ? അപ്പൊ ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോയിൻ തന്നെ വേണം. കോപ്പിലൊരു ഡയറക്ടർ. എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല സർ. നമുക്ക് നോക്കാം. ഇത് മുകേഷ് പറയണം. കേട്ടാൽ അത് മതി പാക്കപ്പ് വരാൻ. ഒരു വീട് കണ്ടെത്താൻ നോക്കൂ. ചെല്ല് വേഗം സാർ. എസിയും ഫ്രിഡ്ജും കുന്തവും കുറച്ചക്കറും ഒക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? പണം കൂടുതലായി ഈ ചെറുത്താൻ എന്റെ പള്ളിക്ക് പിടിക്കും. എവിടെയാ ലൊക്കേഷൻ മാനേജർ?